വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. ജി.വി. പ്രകാശ് കുമാർ നായകനായ, ദിവ്യഭാരതി നായികയായ കിങ്സ്റ്റൺ മൂവി, തമിഴ് മൂവി ഞാൻ ഇന്ന് കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സിനിമയുടെ പോരായ്മകളെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം. എനിക്ക് എന്തൊക്കെ കുറവാണ് തോന്നിയതെന്ന് ആദ്യം പറയാം. അതിനുശേഷം ഈ സിനിമ എങ്ങനെയായിരുന്നു എന്നതിലേക്ക് കടക്കാം. അപ്പോൾ ഇതൊരു ഹൊറർ സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. അതേസമയം ഇതൊരു ആക്ഷൻ ഗണത്തിൽപ്പെടുന്ന മൂവി കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ ഡയറക്ടർ ദിലീപ് സുബ്ബരയ്യനാണ്. പക്ഷേ ഈ സിനിമയിലെ കിങ്സ്റ്റൺ എന്ന കഥാപാത്രമാണ് ജി.വി. പ്രകാശ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കിങ്സ്റ്റനെ കുറിച്ച് ഈ സിനിമയിൽ തുടക്കത്തിൽ തന്നെ നല്ല ബിൽഡപ്പൊക്കെ പറയുന്നുണ്ട്. ഭയങ്കരമായ ഒരാളാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കക്ഷിയെ കാണിക്കുമ്പോഴും ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അതിനു മാത്രമുള്ള ആക്ഷൻ രംഗങ്ങളിൽ ആ ഒരു കിങ്സ്റ്റൺ എന്ന കഥാപാത്രം ഈ സിനിമയിൽ ഇറങ്ങുന്നില്ല. അതായത് റൗഡികളെയൊക്കെ ഇടിച്ച് മറിച്ചിടുന്ന ആക്ഷൻ രംഗങ്ങൾ ഈ സിനിമയിൽ ഞാൻ കണ്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ തുടക്കം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ആക്ഷൻ, അതേപോലെ സിനിമയുടെ അവസാനം ആകുമ്പോഴേക്കും മറ്റൊരു കിടിലൻ ആക്ഷൻ രംഗങ്ങൾ കൂടി ഈ സിനിമയിൽ ഉൾപ്പെടുത്താമായിരുന്നു എന്നെനിക്ക് തോന്നി. അത്രയേ ഉള്ളൂ. പിന്നെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് സാൻ ലോകേഷാണ്. അപ്പോൾ ഇതിൽ ഈ സിനിമയുടെ ചില ഭാഗങ്ങളിലൊക്കെ ഒരു ട്രാൻസിഷൻ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് സ്ക്രീൻ അങ്ങനെ ഓഫായിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ബ്രൈറ്റ് ആയിട്ട് പിക്ചർ വരുന്ന പോലത്തെ എഫക്റ്റ് അത് ആ ഭാഗങ്ങളിൽ കൊടുക്കേണ്ടത് തന്നെയാണ്. അത് നല്ല രീതിയിൽ തന്നെയാണ് അവർ ചിന്തിച്ച് അത് കൊടുത്തിരിക്കുന്നത്. കാരണം ആ ഭാഗങ്ങൾക്കും ആ ഒരു ട്രാൻസിഷൻ എഫക്റ്റിന് നല്ലൊരു ബന്ധമുണ്ട്, കണക്ഷനുണ്ട്. അത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ അത് കൊടുത്തിരിക്കുന്ന ആ ടൈമിങ് കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്തു. കാരണം ട്രാൻസിഷൻ എഫക്റ്റുകളൊക്കെ നമ്മളും വീഡിയോകളിൽ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് കുറച്ച് സെക്കൻഡുകളുടെ ഒരു അധികപ്പറ്റായിട്ട് എനിക്ക് അവിടെ തോന്നി. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ലാഗ് അവിടെ ഫീൽ ചെയ്തു. അതേസമയം ആ ട്രാൻസിഷൻ എഫക്റ്റ് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതൊരു മോശമായ ഒരു കാര്യമായിട്ട് പറയല്ല. എന്നാലും ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയിൽ പോരായ്മകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഈ സിനിമ എങ്ങനെയായിരുന്നു എന്നതിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ സിനിമ കാണാനായിട്ട് ഞാൻ കുറേ ദൂരം സഞ്ചരിച്ചിട്ടാണ് ഈ സിനിമ കണ്ടത് കേട്ടോ. കാരണം കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലൊന്നും ഈ സിനിമ റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒരു ലൈക്കൊക്കെ കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് യൂട്യൂബിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ സിനിമയിലെ പോരായ്മകൾ ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ. അപ്പോൾ അതിൽ ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആക്ഷൻ രംഗങ്ങൾക്ക് തുല്യമായ രീതിയിലുള്ള നല്ല VFX, അതിന് തകുന്ന പോലത്തെ ഹൊറർ അനുഭവങ്ങൾ, അതേപോലെ തന്നെ അതിന് പറ്റിയ മ്യൂസിക്, ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജി.വി. പ്രകാശ് തന്നെയാണ്. അതൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഹൊറർ ഭാഗങ്ങൾ, അതേപോലെ ആ സസ്പെൻസ്, ത്രില്ലിങ് ഒക്കെ കൊണ്ട് തന്നെ ഈ സിനിമയിൽ നമുക്കൊരു ആക്ഷന് തുല്യമായ രീതിയിൽ തന്നെയാണ് ഈ സിനിമ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നത്. ആ രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൗഡികളെയൊക്കെ അങ്ങനെ ഇടിച്ചു മറിച്ചിടുന്ന രീതിയിലുള്ള ആക്ഷൻ രംഗങ്ങൾ കാര്യമായിട്ട് ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേ സിനിമ ആ ഹൊറർ അനുഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് നല്ലൊരു അനുഭവം തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കഥ, അതേപോലെ ഡയറക്ഷൻ, ഇത് രണ്ടും ചെയ്തിരിക്കുന്നത് കമൽ പ്രകാശാണ്. കക്ഷി മികച്ച ഡയറക്ഷനും മികച്ച ഒരു കഥയും തന്നെയാണ് നമുക്കായിട്ട് എഴുതി ഒരുക്കിയിരിക്കുന്നത്. കാരണം ഈ സിനിമ ശരിക്കും ഒരു പ്രേത സിനിമ തന്നെയാണ് കേട്ടോ, പ്രേതകഥ തന്നെയാണ്. പക്ഷേ പ്രേതത്തെ ഉദ്ദേശിച്ച് മാത്രം പോകുന്ന ഒരു കഥയായിട്ടല്ല ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്. ഇതിൽ തൂവത്തൂർ എന്നൊരു തീരപ്രദേശം, അതുമായി ബന്ധപ്പെട്ട ആ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങൾ, അങ്ങനെ ആ കടലും ജനങ്ങളും തമ്മിലുള്ള സസ്പെൻസ്, ഹൊറർ, ത്രില്ലർ അനുഭവങ്ങൾ ഈ സിനിമയിൽ ഉണ്ട്. അങ്ങനെ ഒരു നല്ലൊരു കഥ ഈ സിനിമയിലുണ്ട്. ആ കഥയുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു കഥ പോലെയാണ് ഇതിലെ പ്രേതകഥ ഉള്ളത്. അതായത് ഈ സിനിമയ്ക്ക് നല്ലൊരു കഥയുണ്ട്, അതുമായി കണക്റ്റഡ് ആയിട്ട് ഒരു പ്രേതകഥയും ഉണ്ട്. അങ്ങനെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ ഈ രണ്ട് കഥകളും ഒട്ടിച്ചേർന്നിരിക്കുന്നു.
പിന്നെ ഇതിൽ ആ പ്രേതകഥയ്ക്ക് ഈ സിനിമയുടെ അവസാനമാകുമ്പോഴേക്കും നല്ലൊരു തീരുമാനം തന്നെ ഈ കഥയിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സിനിമയുടെ യഥാർത്ഥ കഥയ്ക്കും നല്ലൊരു തീരുമാനം തന്നെയാണ് ഈ സിനിമയുടെ അവസാനമാകുമ്പോഴേക്കും വന്നു ചേരുന്നത്. അതായത് തുടക്കത്തിലൊരു കഥ പറഞ്ഞു വന്നിട്ട് സിനിമയുടെ അവസാനമാകുമ്പോഴേക്കും എവിടെയും ചെന്നെത്താത്ത പോലെ അവസാനിക്കാതെ ഈ സിനിമയിലെ എല്ലാ കാര്യങ്ങൾക്കും തന്നെ നല്ലൊരു തീരുമാനം ലഭിക്കുന്നുണ്ട് ഇതിൽ. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ആ ഒരു കാര്യത്തിൽ ഫുൾ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ജി.വി. പ്രകാശ് ഈ സിനിമയിൽ പവർഫുള്ളായ ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ ഇതിലെ നായിക ദിവ്യഭാരതിക്കും അതേപോലത്തെ തുല്യമായ പ്രാധാന്യമുള്ള കഥാപാത്രം തന്നെയാണ്. പിന്നെ ഈ സിനിമയിൽ സാബു മോന് ഒരു പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്തിട്ടുണ്ട്. തോമസ് എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. കക്ഷി സാധാരണ സിനിമകളിൽ ആദ്യം ഗംഭീരമായിട്ട് വരും, പിന്നെ അവസാനമാകുമ്പോഴേക്കും കോമഡി പീസായിട്ട് മാറുകയാണ് പതിവ്. ഇപ്പോൾ അയ്യപ്പനും കോശിയും ആകട്ടെ, അതേപോലെ ജല്ലിക്കെട്ട് മൂവി ആകട്ടെ, ഇതിലൊക്കെ ആദ്യം ഒരു ഭീകരനെ പോലെ വന്നിട്ട് അവസാനമാകുമ്പോഴേക്കും കോമഡി പീസായി മാറി. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല. ആദ്യം മുതൽ അവസാനം വരെയും വളരെ പ്രാധാന്യമുള്ള ഒരു നല്ല കഥാപാത്രത്തെ തന്നെയാണ് കക്ഷി കുഴപ്പമില്ലാതെ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾക്കൊക്കെ തന്നെ സിനിമ പുരോഗമിക്കും തോറും സസ്പെൻസുകൾ അവരിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വളരെ ത്രില്ലിംഗ് ആയ സസ്പെൻസുകളാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കഥാപാത്രങ്ങളെയും ഈ കഥയും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുകയുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തമിഴ് മൂവി ആണെങ്കിലും എല്ലാവർക്കും മനസ്സിലാകുമെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിരുന്നാലേ ആ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഇതിൽ കടലിൽ മീനുകളില്ലാത്ത ഒരു സംഭവമൊക്കെ പറയുന്നുണ്ട്. കടലാണ്, പക്ഷെ മീനുകളില്ല. അപ്പോൾ അതിനൊരു കാരണം ഇതിൽ പറയുന്നുണ്ട്. ആ കാരണമൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം. യഥാർത്ഥത്തിൽ ഈ സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ റിയൽ ലൈഫിലാണെങ്കിൽ ആ ഒരു കാരണം എന്താണോ ആ കാരണത്തെ മീനുകളൊക്കെ കൂടി ചേർന്ന് കൊത്തി തിന്ന് തീർക്കുകയാണ് ചെയ്യുക കേട്ടോ. പക്ഷെ സിനിമയിൽ കഥയ്ക്ക് വേണ്ടിയിട്ട് അത് വേറെ രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടലിൽ മീനുകളില്ലാത്തൊരു അവസ്ഥ. പക്ഷേ അതിനു പോലും ഈ സിനിമയുടെ അവസാനം നല്ലൊരു തീരുമാനം കൊടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമ നമുക്ക് കണ്ടിരിക്കാൻ കുഴപ്പമില്ലാത്തൊരു മൂവി തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ ആവറേജിന് മുകളിലാണ് ഉള്ളത്. എബവ് ആവറേജ് മൂവിയാണ്. അപ്പം കഥ കൊണ്ടും ഹൊറർ അനുഭവങ്ങൾ കൊണ്ടും സസ്പെൻസ് കൊണ്ടും ത്രില്ലിങ് കൊണ്ടുമൊക്കെ ഒരു മികച്ച സിനിമ തന്നെയാണ് കിങ്സ്റ്റൺ.